Mapak, your perfect packaging partner. താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലിയിൽ തൊഴിലാളി സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. AP കുര്യൻ പഠന കേന്ദ്രത്തിന്റെയും CITU അങ്കമാലി ഏരിയ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. AP കുര്യൻ പഠന കേന്ദ്രത്തിന്റെയും CITU അങ്കമാലി ഏരിയ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എഴുത്തുകാരനും CITU എറണാകുളം ജില്ലാ പ്രസിഡന്റുമായ ജോൺ ഫെർണാണ്ടസിന്റെ പുതിയ നോവൽ കനൽ കൊച്ചി പരിചയപ്പെടുത്തിക്കൊണ്ട് അങ്കമാലിയിൽ തൊഴിലാളി സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. അബൂഹാജി എന്ന് പറയുന്ന അയാളെ കൊല്ലുന്നതിന് വേണ്ടിയല്ല എന്ന സംഘടന തീരുമാനിച്ചു. പക്ഷെ ആൾ മാറി. അന്ന് അദ്ദേഹം ഉണ്ടായിരുന്നില്ല, കൊല്ലേണ്ട ആളുണ്ടായിരുന്നില്ല, പകരം മറ്റാളാണ്. അബൂഹാജിയെ കൊല ചെയ്യുകയും അതിന്റെ പേരിൽ പള്ളുരുത്തി, ഇടക്കൊച്ചി, കൊച്ചിയിലെ മറ്റു പ്രദേശങ്ങളിലെ നിരവധിയായ ചെറുപ്പക്കാർ ക്രൂരമായ മർദ്ദനങ്ങൾക്കും ജയിൽവാസത്തിനും ലോകപ്പവാസത്തിനുമെല്ലാം ഇടയായി. അന്ന് ഈ സംഭവം നടക്കുന്നതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടക്കുമ്പോഴൊക്കെ മിക്കവാറും ഇടക്കൊച്ചിയിലൊക്കെ ചില വീടുകളും ചില മറ്റ് ഉള്ള പ്രദേശ കടകളുടെ മുകളിലും ഒക്കെ ആയിട്ടാണ് നടന്നത്. പ്രശസ്ത എഴുത്തുകാരനും ചെറുകാട് അവാർഡ് ജേതാവുമായ വിനോദ് കൃഷ്ണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഓർമ്മകളെ മനഃപൂർവ്വം മറന്നുപോയ ആളുകളുടെ ഉള്ളിലേക്ക് ഒരു വലിയ സ്റ്റോറിയുടെ ചരിത്രത്തെ അടയാളപ്പെടുത്താൻ എന്നുള്ളത് അത് സാഹിത്യത്തിൽ ഒരു ചെറിയ കാര്യമല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ UP ജയരാജിന്റെ പല കഥകളും എടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള റിവോൾട്ട്. CITU ഏരിയ സെക്രട്ടറി CK സലിംകുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥകർത്താവ് ജോൺ ഫെർണാണ്ടസ് കനൽ കൊച്ചി എന്ന നോവലിന്റെ ഇതിവൃത്തം വിശദീകരിച്ചു. പുസ്തകത്തിന്റെ ആദ്യ വിൽപ്പന AP കുര്യൻ പഠന കേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് KK ഷിബു CITU ജില്ലാ കമ്മിറ്റി അംഗം KJ ഏഞ്ചലിന് നൽകി നിർവഹിച്ചു. തുടർന്ന് 100 പുസ്തകങ്ങൾ ചടങ്ങിൽ തൊഴിലാളികൾ ഏറ്റുവാങ്ങി. പഠന കേന്ദ്രം സെക്രട്ടറി KP റജീഷ്, CITU ഏരിയ പ്രസിഡന്റ് PV ടോമി എന്നിവർ സംസാരിച്ചു.